ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൻ. പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും നിഗൂഢതകൾ നിറഞ്ഞതും നാളെ ഒരു കാലത്ത് ഇൻഡർസ്റ്റെല്ലർ യാത്രകൾ നടത്തുവാൻ മനുഷ്യൻ പ്രാപ്തരാകുമ്പോൾ അടുത്തറിയുവാനായി ആഗ്രഹിക്കുന്ന ബഹിരാകാശ വസ്തുക്കളിലൊന്നാണ് തമോഗർത്തങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളുകൾ. ഒരു ബ്ലാക്ക് ഹോൾ എങ്ങനെ പിറവിയെടുക്കുന്നു എന്നത് വളരെ വിശദമായി തന്നെ മുൻപൊരിക്കൽ നമ്മൾ കാണുകയുണ്ടായിരുന്നു. സൂര്യനെക്കാളും അനേകം മാസുള്ള നക്ഷത്രങ്ങൾ അവയുടെ മരണസമയത്ത് വിവിധ പ്രതിഭാസങ്ങളിലൂടെ കടന്നു പോവുകയും പ്രകാശത്തിന് പോലും പുറത്തു പോകുവാൻ സാധിക്കാത്ത അത്രയും ഗുരുത്വാകർഷണം നിലനിൽക്കുന്ന സിംഗുലാരിറ്റിയിലേക്ക് കൊളാപ്സ് ചെയ്യുകയും സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളുകൾ പിറവിയെടുക്കുകയും ചെയ്യുന്നു. ഒരു കാലഘട്ടം വരെ നമ്മുടെ ശാസ്ത്രലോകം ചിന്തിച്ചിരുന്നത് തമോഗർത്തങ്ങൾക്ക് മരണമില്ല എന്നും പതിയെ പതിയെ അവ വികസിച്ചുകൊണ്ടിരിക്കും എന്നുമായിരുന്നു. പക്ഷേ 1974 ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്സ് റേഡിയേഷൻ എന്ന ആശയം മുൻപോട്ട് വെച്ചുകൊണ്ട് തമോഗർത്തങ്ങൾക്കും മരണമുണ്ടായിരിക്കാം എന്ന് വാദിക്കുകയുണ്ടായി. അവ പദാർത്ഥങ്ങളെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക മാത്രമല്ല, ഹോക്കിങ്സ് റേഡിയേഷൻ വഴി പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട് എന്ന് വാദിച്ചു. ക്വാണ്ടം ഫിസിക്സ് അനുസരിച്ച് നമ്മൾ ശൂന്യമെന്ന് വിളിക്കുന്ന സ്പേസ് പോലും യഥാർത്ഥത്തിൽ ശൂന്യമല്ല. നിരന്തരമായി ആൻറ്റിപാർട്ടിക്കിൾ പെയറുകൾ രൂപം കൊള്ളുകയും അവ നശിച്ചു പോവുകയും ചെയ്യുന്ന ക്വാണ്ടം ഫ്ലക്ച്വേഷൻസിൻ്റെ ഒരു സമുദ്രത്തിന് തുല്യമാണത്. എന്നാൽ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഇവൻറ്റ് ഹൊറൈസണോട് ചേർന്ന് രൂപം കൊള്ളുന്ന ആൻറ്റിപാർട്ടിക്കിൾ പെയറുകളിലൊന്ന് ബ്ലാക്ക് ഹോളിൻ്റെ ശക്തമായ ഗ്രാവിറ്റിയെ തുടർന്ന് ബ്ലാക്ക് ഹോളിലേക്ക് പതിക്കുകയും ഒന്ന് എസ്കേപ്പായി പോവുകയും അനിലേഷൻ നടക്കാതെ തടയുകയും ചെയ്യുന്നു. അങ്ങനെ നെഗറ്റീവ് എനർജി പാർട്ടിക്കിൾ ബ്ലാക്ക് ഹോളിലേക്ക് പതിക്കുന്ന സമയം പോസിറ്റീവ് എനർജി പാർട്ടിക്കിൾ സ്പേസിലേക്ക് എസ്കേപ്പ് ആവുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഹോക്കിങ്സ് റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇതിനെ തുടർന്ന് തമോഗർത്തങ്ങൾക്ക് ദ്രവ്യം പതിയെ പതിയെ നഷ്ടമാവുകയും ചെയ്യുന്നു. അതായത് ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഫീൽഡ് ഇക്വേഷൻസ് അനുസരിച്ച് ബ്ലാക്ക് ഹോളിൻ്റെ എനർജിയും മൊമെൻറ്റവും അതിലേക്ക് പതിക്കുന്ന പദാർത്ഥങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സാധാരണ പദാർത്ഥങ്ങൾ ബ്ലാക്ക് ഹോളിലേക്ക് പതിക്കുന്ന സമയം അതിന് മാസ് കൂടുന്നത് പോലെ തന്നെ ഹോക്കിങ്സ് റേഡിയേഷൻ്റെ ഫലമായി നെഗറ്റീവ് എനർജിയുള്ള പാർട്ടിക്കിളുകൾ തമോഗർത്തത്തിലേക്ക് പതിക്കുന്ന സമയം അതിന് തുല്യമായ മാസിൽ നഷ്ടം വരികയും ചെയ്യുന്നു. അതായത് സാധാരണ ഒരു അവസ്ഥയിൽ ബ്ലാക്ക് ഹോളിലേക്ക് ഒരു പദാർത്ഥം പതിക്കുന്ന സമയം നമ്മൾ അതിൻ്റെ മാസിനോട് കൂട്ടുകയാണ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് മാസുള്ള ആൻറ്റി പാർട്ടിക്കിളുകൾ പതിക്കുന്ന സമയം ആ മാസ് നമ്മൾ അതിൽ നിന്ന് സബ്സ്ട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. വലിയ ഭീമാകാരന്മാരായ തമോഗർത്തങ്ങൾക്ക് സാവധാനം നടക്കുന്ന ഈ പ്രതിഭാസം കാലക്രമേണ ബ്ലാക്ക് ഹോളിൻ്റെ വലിപ്പം കുറഞ്ഞു വരികയും ഹോക്കിങ്സ് റേഡിയേഷൻ്റെ അളവ് വർദ്ധിച്ചു വരികയും അവസാനം ബ്ലാക്ക് ഹോൾ ഇവാപ്പറേഷൻ എന്ന പ്രതിഭാസത്തിലൂടെ തമോഗർത്തങ്ങൾ മരണമടയുകയും ചെയ്യുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിലും ഇതിനെടുക്കുന്ന കാലയളവ് വളരെ വലുതായിരിക്കും. നമ്മുടെ സൂര്യൻ്റെ അത്രയും മാസുള്ള ഒരു ബ്ലാക്ക് ഹോൾ ഇവാപ്പറേറ്റായി തീരണമെങ്കിൽ ഏകദേശം 10⁻64 വർഷങ്ങൾ വേണ്ടിവരും. അത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ പ്രായത്തെക്കാളും വളരെ കൂടുതലാണ്. ബിഗ് ബാങ്ങിനെ തുടർന്ന് രൂപം കൊണ്ടിട്ടുള്ള ചില പ്രൈമോഡിയൽ ബ്ലാക്ക് ഹോളുകൾ ഒരു പക്ഷേ ഇവാപ്പറേറ്റായി ചെയ്ത് തീർന്നിരിക്കാമെങ്കിലും നമ്മുടെ സൂര്യൻ്റെ അത്രയും മാസുള്ള ബ്ലാക്ക് ഹോളുകൾ ഇവാപ്പറേറ്റായി തീരുവാനായി ഇനിയും അനേകം കാലങ്ങൾ മുൻപോട്ട് പോകേണ്ടതായി തന്നെയുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. നിലവിൽ ഹോക്കിങ്സ് റേഡിയേഷൻ എന്നുള്ളത് ഒരു കൺസെപ്റ്റ് മാത്രമാണ്. നേരിട്ടുള്ള എക്സ്പീരിമെൻ്റലായിട്ടുള്ളതോ ഡയറക്റ്റ് ആയിട്ടുള്ളതോ മറ്റൊരു എവിഡൻസുകളും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടില്ല. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചില ലബോറട്ടറി എക്സ്പീരിമെൻറ്റുകളുടെ തെളിവുകളല്ലാതെ ഹോക്കിങ്സ് റേഡിയേഷനെ മുൻപോട്ട് നിർത്തുവാനായി നമുക്ക് നിലവിൽ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിമെൻ്റലായിട്ടുള്ള തെളിവുകളൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഒരു കാലഘട്ടം വരെ തമോഗർത്തങ്ങളെക്കുറിച്ച് തെളിവുകളൊന്നുമില്ലാതെ തുടർന്നു പോന്നിരുന്ന സയൻസ് ഫിക്ഷൻ മാത്രമായിരുന്നു. തമോഗർത്തങ്ങളെക്കുറിച്ച് നമുക്ക് വിശ്വസനീയമായ ആദ്യ തെളിവുകൾ തന്നത് ഗുരുത്വാകർഷണ തരംഗങ്ങളെക്കുറിച്ച് പഠിക്കുവാനായി രൂപകൽപ്പന ചെയ്ത ലിഗോ ഒബ്സർവേറ്ററി ആയിരുന്നു. പിന്നീട് ബ്ലാക്ക് ഹോളിനെ കുറിച്ചുള്ള വിവരങ്ങളും സൂചനകളും നൽകിയത് ചന്ദ്രയും എക്സവനും ന്യൂട്രോണും പോലെയുള്ള ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് എക്സ്റേ എമിഷനെക്കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങളായിരുന്നു. ബഹിരാകാശത്തുകൂടി സഞ്ചരിക്കുന്ന ഒരു വസ്തു തമോഗർത്തങ്ങളുടെ സമീപം എത്തുകയും ഗുരുത്വാകർഷണത്തെ തുടർന്ന്
തമോഗർത്തങ്ങളുടെ അക്രഡിഷൻ ഡിസ്കിനെ വലയം വയ്ക്കുകയും അങ്ങനെ ആ വലയം വയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഇതിനെ തുടർന്ന് ശക്തമായ ഗുരുത്വാകർഷണവും ഫ്രിക്ഷനും മൂലം ചൂട് പിടിക്കുകയും കത്തി അമരുകയും ചെയ്യുന്നു. അങ്ങനെ ലക്ഷക്കണക്കിന് ഡിഗ്രി താപനിലയിൽ വരെ എത്തുവാൻ സാധ്യതയുള്ള അക്രഡിഷൻ ഡിസ്കിലേക്ക് പദാർത്ഥങ്ങൾ പതിക്കുന്ന സമയം കത്തി അമരുകയും ഹൈ എനർജി റേഡിയേഷനായ എക്സ്റേ കിരണങ്ങൾ പുറന്തള്ളുകയും ചെയ്യുന്നു. അവിടെ അങ്ങ് ശൂന്യാകാശത്ത് വളരെ ചെറിയൊരു ഭാഗത്തു നിന്നും പുറന്തള്ളുന്ന ഈ ശക്തമായ എക്സ്റേ റേഡിയേഷൻ ഒരിക്കലും ഒരു നക്ഷത്രത്തിന് പുറന്തള്ളുവാനായി സാധിക്കുന്നതല്ല. പിന്നെ നമ്മുടെ മുൻപിലുള്ള ഒരേ ഒരു എക്സ്പ്ലനേഷൻ തമോഗർത്തങ്ങൾ മാത്രമാണ്. പിന്നെയും കുറേ കൂടി ശക്തമായ തെളിവുകൾ തമോഗർത്തങ്ങളെക്കുറിച്ച് നമുക്ക് ലഭിച്ചത് 2019 ഇവൻ ഹൊറൈസൺ ടെലിസ്കോപ്പ് M87 എന്ന ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രം പകർത്തിയതിലൂടെയായിരുന്നു. ഏകദേശം 55 മില്യൺ പ്രകാശവർഷങ്ങൾക്കും അപ്പുറം സ്ഥിതി ചെയ്യുന്ന M87 ചിത്രത്തെ വെറുതെ ഒരു ദിവസം നമ്മൾ തമോഗർത്തമാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നില്ല. ഏകദേശം 2 വർഷങ്ങളെടുത്തുകൊണ്ട് അനേകം ശാസ്ത്രജ്ഞന്മാരുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ടീമുകൾ രൂപീകരിച്ച് അതിൽ 200 ശാസ്ത്രജ്ഞന്മാരും 60-ലധികം ഇൻസ്റ്റിറ്റ്യൂഷൻസും നടത്തിയ വിവിധ പഠനങ്ങളുടെ അവസാനം എല്ലാവർക്കും കിട്ടിയ ഉത്തരം അത് ഒന്ന് തന്നെയായിരുന്നു. അത് പിന്നെയും ലോകത്തിലെ തന്നെ ഇന്ന് ജീവനോടെയുള്ളതിൽ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞന്മാർ വീണ്ടും പഠനം നടത്തുകയും യാതൊരു തെറ്റുകൾ അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്തതിന് ശേഷം അനേകം തവണ പിന്നെയും നടത്തിയ തുടർ പഠനങ്ങൾക്ക് ശേഷം മാത്രമാണ് അതൊരു ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ തമോഗർത്തമാണെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇത് എന്താണ് ഹോക്കിൻസ് റേഡിയേഷൻ എന്ന കൺസെപ്റ്റ് ചെറുതായി ഒന്ന് പറയുവാൻ മാത്രം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യണമെന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.